പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഇത്രയും നേരത്തെ ഈ പ്രഭാതത്തില് നിങ്ങൾ ഉണർന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുവാൻ കാണിക്കുന്ന നല്ല മനസ്സിനെ ഓർത്ത് നന്ദി പറയുക. ഇന്ന് പ്രത്യേകം ധ്യാനിക്കുന്നത്, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കും വലിയ കൃപ കിട്ടണം. ഈ കൃപ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മനോഭാവത്തോടുകൂടി യേശുവിൻ്റെ കൂടെ നിന്ന് യേശു തന്ന വിജയത്തിലും നേട്ടങ്ങളും അഭിമാനിക്കുന്നു. യേശുവിനെ പ്രതി നേട്ടങ്ങളെ ഓർത്തല്ല നമ്മളൊന്നും ധ്യാനിക്കുന്നതാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും എന്തിൽ അഭിമാനിക്കും, എന്തിൽ സന്തോഷിക്കണം, അതാണ് കർത്താവെന്ന് വെളിപ്പെടുത്തുന്നത്. അതായത് യേശു ക്രിസ്തു തന്ന ആ കുരിശിൽ ഞാൻ അഭിമാനിക്കുന്നു. യേശു എനിക്ക് നേട്ടം തന്നെങ്കിൽ യേശു തന്ന നേട്ടത്തെ ഓർത്ത് നന്ദി പറയുന്നു. അതെൻ്റെ കഴിവായി ഞാൻ എടുക്കുന്നില്ല എങ്കിൽ അതിനെ പറ്റിയ വചനഭാഗാച്ചം പങ്കുവയ്ക്കുക. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. അത് ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനഭാവം നമ്മൾ ധ്യാനിക്കുമ്പോൾ 3 കൊച്ചു കാര്യമാണ് അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ ശ്രദ്ധ മുഴുവൻ കുരിശിൽ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ കുരിശാണ് കേന്ദ്രബിന്ദു. കുരിശിലേക്ക് നാം ഫോക്കസ് ചെയ്യുന്നു. എന്തെന്നാൽ മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്നതിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ആത്യന്തികമായ പ്രവൃത്തിയെ പ്രതിനിധീകരിക്കുന്നതിനാൽ ക്രിസ്തുവിൻ്റെ കുരിശ് പ്രശംസിക്കാൻ യോഗ്യമായ ഒരേ ഒരു കാര്യം എന്ന് നമുക്കറിയണം. അപ്പോൾ ഒന്നിലും അഭിമാനിക്കാതെ കുരിശിൽ മാത്രം അഭിമാനിക്കണം. എന്നാൽ ആ കുരിശ് നിമിത്തമാണ് നമുക്ക് രക്ഷ തമ്പുരാൻ തന്നത്. രണ്ടാമത്, പ്രിയമുള്ളവരെ, നമ്മുടെ നേട്ടങ്ങളിലൊന്നും നമ്മൾ അഹങ്കരിക്കരുത്. ലൗകിക അഹങ്കാരത്തെ നിരസിക്കണം. രണ്ടാമത്, ലൗകിക അഹങ്കാരത്തെ നിരസിക്കണം. പൗലോസ് പറയുന്നത് അതാണ്. എനിക്ക് പ്രശംസിക്കാൻ ഒരു കാരണവുമില്ല എന്ന് പറയുന്നതിലൂടെ ലൗകിക നേട്ടങ്ങളിൽ നിന്നോ വ്യക്തിപരമായ നേട്ടങ്ങളിൽ നിന്നോ വരുന്ന ഏതൊരു അഭിമാനത്തെയും പൗലോസ് നിരസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത് പൗലോസ് പറഞ്ഞ മറ്റൊരു മനോഹരമായ കാര്യമുണ്ട്: കുരിശിലൂടെയുള്ള രൂപാന്തരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, അതിലൂടെ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വാചകം സൂചിപ്പിക്കുന്നത് കുരിശിലൂടെയാണ് എനിക്ക് രൂപാന്തരം സംഭവിക്കുന്നത്, കുരിശിലൂടെയാണ് എനിക്ക് മാറ്റം സംഭവിക്കുന്നത്. കുരിശോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് ആ മാറ്റത്തിന്റെ അനുഭവം കിട്ടുന്നത്. പൗലോസിന്റെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ, രൂപാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ ലോകത്തെ ഒരു പുതിയ വീക്ഷണകോണിൽ നിന്നും കാണുന്നു. അവിടെ നമ്മുടെ പഴയ സ്വഭാവം ക്രൂശിക്കപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ മനോഹരമായ കാഴ്ചപ്പാട് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. യേശുവിന്റെ കുരിശിലെ യാഗത്തിന് മാത്രമേ പൗലോസ് അഭിമാനിക്കുന്നുള്ളൂ. കാരണം അത് രക്ഷയുടെ ഉറവിടവും അവന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള ഒരേ ഒരു കാര്യമാണ്. സ്വന്തം നേട്ടങ്ങളോ ഉൾപ്പെടെ മറ്റൊന്നിലും പ്രശംസിക്കുന്നില്ല. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ജീവിക്കുമ്പോൾ അതെനിക്കും മറ്റുള്ളവർക്കും രക്ഷയാകുന്നു എന്നാണ് പൗലോസോട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതാണ് രക്ഷയുടെ പരമകോടി. ഈ കുരിശ് നമ്മെ ലോകകാര്യങ്ങളിൽ നിന്നും വേർപെടുത്തുന്നു. അതിനാൽ വിശുദ്ധ പൗലോസ് പറയുന്ന കാര്യമുണ്ട്: തൻ്റെ വിജയത്തിലും കഴിവിലുമല്ല, കുരിശിലാണ് അഭിമാനിക്കുന്നത്. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലോകരക്ഷയ്ക്ക് വേണ്ടി അങ്ങ് കുരിശു മരണത്തെ വിധേയനായെങ്കിൽ, ഞങ്ങൾക്ക് രക്ഷ കുരിശിലൂടെ കൈവരിക്കാൻ സാധിച്ചുവെങ്കിൽ കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മറ്റൊന്നിനേക്കാൾ അപ്പുറമായിട്ടും കുരിശിൽ അഭിമാനിക്കാനും കുരിശിൽ രക്ഷ കണ്ടെത്തുവാനും കുരിശിലേക്ക് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ അതിനെ രൂപാന്തരപ്പെടുത്തുന്ന തിരിച്ചറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കുരിശാണ് ശക്തി. പ്രിയമുള്ളവരെ, കുരിശാണ് രക്ഷ, കുരിശാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.